ഫിലിം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സാർ എന്താ മലയാളത്തിലെ ആദ്യത്തെ സാറിൻ്റെ സിനിമ മഞ്ഞൾ വിരിഞ്ഞ പൂക്കളാണ്. അപ്പം അതിൽ വില്ലനായിട്ട് വന്നതാണ് മോഹൻലാൽ. അപ്പോൾ സാറിന് ഇപ്പോഴും മോഹൻലാലുമായിട്ട് നല്ലൊരു ബന്ധം റിലേഷൻ ഉണ്ട്. അപ്പോൾ ഫങ്ഷൻസിലായാലും അല്ലെങ്കിൽ അദ്ദേഹം ലണ്ടനിൽ വരുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു ഒക്കേഷനിൽ കാണാറുണ്ട്. ഇപ്പോൾ സാറിന് ഇപ്പോൾ സിനിമ വിഷയമായിട്ട് 1-2 സിനിമകൾ ഇപ്പോൾ റീസെൻ്റായിട്ട് ഇറങ്ങി. നടികർ തിലകം, പിന്നെ വർഷങ്ങൾക്ക് ശേഷം, അങ്ങനെ സിനിമകളൊക്കെ ഇറങ്ങിയായിരുന്നു. അപ്പോൾ സാറിന് ഏതെങ്കിലും സിനിമ കണ്ടായിരുന്നോ? ഞാൻ നടികർ കണ്ടിട്ടില്ല, വർഷങ്ങൾക്ക് ശേഷം കണ്ടിട്ടില്ല. അല്ല, അവസാനം കണ്ടത് ആട് ജീവിതമാണ്. എനിക്ക് സമയം കിട്ടിയിട്ടില്ല കാണാൻ. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിലെ സിനിമയും ആ പഴയ സിനിമയും തമ്മിൽ എന്താണ് സാറിന് എന്തെങ്കിലും ഡിഫറൻസ് തോന്നുന്നുണ്ടോ? സിനിമ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ബിക്കോസ് മനുഷ്യൻ്റെ ആ ഒരു എന്താ പറയുന്നത്, നമ്മുടെ എല്ലാവരുടെയും തിങ്കിങ് ഒന്നാണല്ലോ. പക്ഷെ സിനിമ വളർന്നു എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുന്നത്, സാങ്കേതിക ബഡ്ജറ്റ് ആയാലും അല്ലെങ്കിൽ ടെക്നിക്കലി ആയാലും എല്ലാം സിനിമ വളർന്നിരിക്കുകയാണ്. അത്രയേ ഉള്ളൂ. ആ കാലഘട്ടത്തിൽ അത് കുറച്ച് കുറവായിരുന്നു. പക്ഷെ അതിനനുസരിച്ച് നല്ല നല്ല സിനിമകൾ അന്ന് വന്നിട്ടില്ലേ. ഇപ്പം മഞ്ഞൾ വിരിഞ്ഞ പൂക്കളൊക്കെ ആ കാലഘട്ടത്തിൽ എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു, അതിൻ്റെ ഒരു പുതുമയും കാര്യങ്ങളൊക്കെ. അതുമാതിരി ഓരോ കാലഘട്ടത്തിൽ അന്ന് പടയോട്ടം എന്ന് പറഞ്ഞ സിനിമ ഇന്നത്തെ എത്രയോ കോടികളായിരുന്നു ആ സിനിമ എടുക്കാൻ. അതൊക്കെ ഞാനും അഭിനയിച്ചിട്ടുണ്ട് നസീർ സാറിൻ്റെ കൂടെ. അപ്പോൾ ആ സിനിമയൊക്കെ എത്രയോ ദിവസം ഞങ്ങളൊക്കെ അവിടെ മലമ്പുഴയിൽ താമസിച്ച് വലിയൊരു സിനിമയായിരുന്നു അത്. സിനിമ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇനിയും കുറച്ച് കഴിയുമ്പോൾ ഇനിയും സിനിമയ്ക്ക് മാറ്റം വരും. സാർ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നിലവിൽ ഇപ്പോഴത്തെ ചില ആൾക്കാർ പറയുന്നത്, അതായത് നമ്മൾ ജാതി മതം അല്ലെങ്കിൽ ചില പ്രണയങ്ങൾ എന്ന് പറയാൻ കാരണം പ്രണയത്തിൽ തന്നെ വളരെ വകതിരിവ് കാണുന്ന കാലഘട്ടമാണ്. അപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ ഒളിച്ചു വെച്ച് സംസാരിക്കണം, അല്ലെങ്കിൽ ആ കഥകളിലൊന്നും അത് പാടില്ല എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കലും അതുപോലെ തന്നെ ജാതി വ്യവസ്ഥ ഇങ്ങനെയൊക്കെ ഉള്ള പല കാര്യങ്ങളും ഇപ്പം ഭയങ്കര വിവാദമായിട്ട് നിൽക്കുന്നുണ്ട്. ശരിക്ക് മനുഷ്യന്റെ ജീവിത സാഹചര്യമായിട്ട് ബന്ധപ്പെട്ട കഥകളല്ലേ ഇതെല്ലാം. അപ്പോൾ ഇതൊക്കെ അനിവാര്യം അത് ഒഴിവാക്കിക്കൊണ്ട് കഥകൾ വരുമ്പോൾ ഭയങ്കരമായിട്ട് ഇത് സ്ട്രഗിൾ ചെയ്യുന്നില്ലേ ഓരോ കാലഘട്ടത്തിലും ഓരോ സിനിമകൾ വരും. അപ്പോൾ അതിൽ പ്രേക്ഷകരെ എങ്ങനെ നമുക്ക് പിടിച്ചിരുത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ എഴുതി വരുമ്പോൾ ആ ഒരു ഡയറക്ടറോ അല്ലെങ്കിൽ ആ കഥ എഴുതിയ ആളുടെ ഒരു തിങ്കിങ് ആണത്. അപ്പോൾ അതിലൂടെയാണ് ആ സിനിമ പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചാൽ എനിക്കതിനെപ്പറ്റി അധികം പറയാനില്ല. ബിക്കോസ് ഇത് ഓരോരുത്തരുടെ സിനിമ എടുക്കുന്ന രീതിയാണല്ലോ. അല്ല, ഇതൊക്കെ ഒരു ഇപ്പം പണ്ട് കാലത്ത് ഇതൊന്നും ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള സിനിമകൾ എടുത്തപ്പോഴും അന്നൊന്നും ആരും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നില്ല. ഇന്ന് ഇത്രയും ആധുനിക ലോകത്തിൽ സോഷ്യൽ മീഡിയ ഒരുപാട് വളർന്നു കഴിഞ്ഞു. ബിക്കോസ് ഇതെല്ലാം നമ്മളന്ന് ഒരു സിനിമ കണ്ട് അതിൻ്റെ ഇപ്പോൾ ഇവിടെ ഒരു സിനിമ ഇന്ന് റിലീസായാലും ആകെ 12 പ്രിൻ്റാണ് റിലീസാകുന്നത്. അത് താഴെത്തട്ടിലെത്തുമ്പോഴേക്കും എത്രയോ സമയം എടുക്കുന്നു. 6 മാസമെങ്കിലും പിടിക്കും ചിലപ്പോൾ BNC ഒക്കെ കളിച്ചു വരാൻ. പക്ഷെ ഇന്ന് ഈ സോഷ്യൽ മീഡിയ ഇത്രയും ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് ആ സിനിമ അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് വരുന്നു. അതിന് എഗെയിൻസ്റ്റ് ആയിട്ടവരുണ്ട്, അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പം അത് അങ്ങനെയായിപ്പോയി ഇപ്പോൾ. ഓക്കെ, ഇത് ശരിക്കും ഇതിൽ ഇങ്ങനെയുള്ള ജാതിയൊന്നും സംസാരിക്കാൻ പാടില്ല എന്ന് തോന്നുന്നുണ്ടോ സിനിമയിൽ? സിനിമയിൽ അത് അതിൻ്റെ ആവശ്യമില്ല. നമ്മളെല്ലാം അല്ല, സിനിമ അപ്പോഴും മനുഷ്യന്റെ കഥകൾ തന്നെയല്ലേ സംസാരിക്കുന്നത്. കാരണം മനുഷ്യന്റെ കഥകൾ അപ്പൊ അവര് നമ്മുടെ ഒരു ഫീലിങ്സ് ഉള്ളത് അല്ല, അതിലുൾപ്പെട്ട ഒരു സംഭവം തന്നെയാണല്ലോ ജാതി, പ്രണയം. അല്ലെങ്കിൽ ഇപ്പം ഒളിച്ചോട്ട് വേണമെങ്കിൽ 2 ജാതിക്കാർ തമ്മിൽ പ്രണയിക്കുന്നത് അത് മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുന്നത്. പക്ഷെ അതിനെ ജിഹാദ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിച്ചിട്ടില്ലേ, അല്ലെങ്കിൽ അതൊക്കെ പണ്ട് സംഭവിച്ചില്ല. ഞാൻ പറഞ്ഞില്ല, ഇതെല്ലാം കൂടുതൽ ഇതാവുന്നത് സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം. അതുകൊണ്ടാണ് അതെല്ലാം സംസാരിക്കപ്പെടുന്നത്. ജാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മനുഷ്യരെ ഒറ്റപ്പെടുത്തുന്നതും അങ്ങനെ വേർതിരിക്കുന്ന ഒരു സംഭവങ്ങൾ ഇപ്പോൾ സിനിമാ മേഖലയിൽ തന്നെ വളരെയധികം കാണുന്നുണ്ട്. ഇപ്പോൾ മമ്മൂക്കയ്ക്കെതിരെ തന്നെ വലിയ ആക്രമണം ഉണ്ടായി. പല ആളുകൾക്കെതിരെയും ഇപ്പോൾ ശോഭനയ്ക്കെതിരെ ഇതുപോലെ വലിയ ആക്രമണം ഉണ്ടായി, ഈ ജാതി മത ബേസ് ചെയ്തിട്ട്. സാറിന് ഇപ്പോൾ ഈ മമ്മൂക്കയ്ക്കെതിരെയുള്ള ഇതൊക്കെ ശ്രദ്ധിച്ചായിരുന്നു? ഞാനതിപ്പോൾ വളരെ അടുത്ത് ശ്രദ്ധിച്ചിരുന്നു. അദ്ദേഹം ഒരു മഹാനായ നടനാണ്. നമ്മുടെ മലയാള സിനിമയ്ക്ക് നമുക്ക് അത്രയും ഇന്ന് ഈ കാലഘട്ടത്തിൽ എവിടെയോ നിൽക്കുന്ന ഒരു നടനാണ്. അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാം സോഷ്യൽ മീഡിയയുടെ ഇതാണ്. വാർത്തകൾ എറിക്ക് എന്ന് പറഞ്ഞാൽ സംവിധാനം ചെയ്ത ചിത്രം. അതിപ്പോൾ ലണ്ടനിലായിരുന്നു എൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞു. എൻ്റെ മറ്റു വർക്ക് അത് റിലീസ് ചെയ്യാൻ പോകുന്നത് മിക്കവാറും ജൂലൈ ആവും. പക്ഷെ മഴയാണെങ്കിൽ നമ്മൾ തള്ളും. എല്ലാം പുതുമുഖങ്ങളാണ്. ഒരു പാൻ ഇന്ത്യൻ സിനിമയാണത്. അത്
കൂടുതലും വിഷ്വൽസിനാണ് അതിൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. സ്റ്റോറി വേറൊരാളല്ലേ, സ്ക്രീൻ പ്ലേ ആണ് ചെയ്തിരിക്കുന്നത്, ഡയറക്റ്റ് ചെയ്യുന്നത്. സാറൊക്കെ പണ്ട് കാലത്ത് ചെയ്തിരുന്ന ഒരു ത്രൂ ഔട്ട് കോമഡി പടങ്ങൾ കുറെ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള പടങ്ങൾ ഇന്നും ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഫിലിം ഫ്യൂച്ചറിൽ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും. ഞാനിപ്പോൾ അടുത്തല്ല, അത് കഴിഞ്ഞിട്ടുള്ളൊരു സിനിമ ഞാൻ അങ്ങനത്തെ പ്ലാൻ ചെയ്യുന്നു. അതിന് പ്രോപ്പറായിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് കിട്ടണം. നമ്മളിപ്പോൾ കോമഡി മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ല, സ്ക്രിപ്റ്റ് നന്നായിരിക്കണം, എന്നാൽ മാത്രമേ അതിനൊരു സക്സസ് കിട്ടുള്ളൂ. സാർ ഇപ്പോൾ ഒരു ആക്ടർ ഒരു 3 മാസം അല്ലെങ്കിൽ 6 മാസം 1 വർഷമൊക്കെ എടുത്ത ഒരു സിനിമ ചെയ്യുന്നത്, അത് പണ്ടത്തെ കാലത്തൊക്കെ 1 മാസം തന്നെ സാറൊക്കെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. 20 ദിവസം കൊണ്ട് വലിയ വലിയ സിനിമകൾ 20 ദിവസം കൊണ്ട് 100 200 ദിവസം ഓടിയ സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ അതാ പറഞ്ഞത്, ഇപ്പോൾ എല്ലാ ഫെസിലിറ്റീസും കൂടിപ്പോയി. നമുക്ക് ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് സിനിമ കളക്ഷൻ മാറിയിട്ടുണ്ട് സിനിമയുടെ. ഇപ്പോൾ പണ്ടത്തെ മാതിരി അല്ലല്ലോ. പണ്ട് ഒരു 100 കോടി എന്നൊക്കെ പറയുന്നത്, 100 കോടി 200 കോടി. ഇപ്പം മഞ്ഞിലൊരു ഞബൂക്കൾ എന്ന സിനിമയ്ക്ക് അടുത്ത് ഞാനിങ്ങനെ കണ്ടതാണ്. അത് ഒരു കോടിയുടെ അടുത്ത് കളക്ട് ചെയ്തിട്ടുണ്ട് സിനിമ. പക്ഷെ അത് ഇന്നായിരുന്നെങ്കിൽ 100 കോടിയായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ അന്ന് ടിക്കറ്റ് റേറ്റ് അത്രയേ ഉള്ളൂ. ഇന്ന് ടിക്കറ്റ് റേറ്റ് എത്രയാണ്? വൈഡ് റിലീസ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ അങ്ങനെ വരും. പക്ഷേ അന്ന് സാറ്റലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്, OTT ഒന്നും ഇല്ലാത്തതുകൊണ്ട് അന്ന് അതിനൊരു വലിയ പ്രോബ്ലം കിട്ടിയിരുന്നില്ല. അപ്പം ഇന്ന് സാറ്റലൈറ്റും ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ സിനിമയ്ക്ക് അത് ഒരു പ്രൊഡ്യൂസർക്ക് അത് വലിയ ഗുണമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് കാശ് മുടക്കി സിനിമ എടുക്കുന്നത്. സാർ ഒരു മാസം മാക്സിമം എത്ര സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്? അങ്ങനെ ഞാൻ 27, 28 3 വർഷം 27, 28 27 ഞാൻ കുറച്ചു. മനസ്സിലായത് ശരിയല്ല, അങ്ങനെ പിന്നെ കുറച്ച് 16 ആക്കി. മലയാളത്തിൽ സാറിന്റെ ഫസ്റ്റ് പടം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളല്ലേ? അതിന് ശേഷം ഏത് വർഷം വരെ സാർ സജീവമായിട്ട് മലയാളത്തിൽ ഉണ്ടായിരുന്നത്? ഞാൻ 94 വരെയൊക്കെ ഉണ്ടായിരുന്നു, സജീവമായിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഞാനൊരു 4 ഇയേഴ്സ് ബ്രേക്ക് ഇട്ടു. ഇനിയും തിരിച്ചു വന്നു, 4-5 പടം ചെയ്തു. പിന്നെ അങ്ങനെ ഇടക്കിടയ്ക്ക് വന്ന് ചെയ്യും. സോഷ്യൽ മീഡിയയിൽ ഒരു റീല് വൈറലായ ആൾ പോലും സിനിമയിൽ കയറാൻ സിമ്പിൾ ആയിട്ടുള്ള കാലഘട്ടത്തിൽ സാറ് പഴയ സീനിയർ മാറി നിൽക്കുന്നല്ല. ഇപ്പോൾ എനിക്ക് പറ്റുന്ന ഒരു കഥാപാത്രം, അത് എനിക്ക് ഒരു ലൈഫ് ഉണ്ടാക്കും എന്ന് തോന്നുന്ന ഒരു കഥാപാത്രം വരുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും ചെയ്യും. അഭിനയിക്കണമെങ്കിൽ ഒരുപാട് സിനിമ അഭിനയിക്കാൻ പറ്റും, ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ലല്ലോ, നമുക്കിഷ്ടപ്പെടണം. അത് എനിക്കൊരു എനിക്ക് തോന്നണം ഇത് ഞാൻ ചെയ്താൽ നന്നായിരിക്കും. ഒരുപക്ഷെ സാർ ഇവിടെ ഇല്ലാത്തത് കൊണ്ടും ആയിരിക്കില്ലേ? കാരണം കുറെയൊക്കെ മിസ്സായി പോകുന്നു. ഞാൻ ലണ്ടനിലാണ് താമസിക്കുന്നത്. പക്ഷെ എന്നാലും മിസ്സിങ് അങ്ങനെയൊന്നുമില്ല. എന്നെ അവിടെയും തിരഞ്ഞ. അപ്പോൾ ഈ അടുത്ത് ബ്രഹ്മത്തിൽ അഭിനയിച്ചു, ഇപ്പോൾ ഒമർ ലുലുവിൻ്റെ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവരെങ്ങനെയെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് വിളിച്ചോളൂ. സാർ, ഞാൻ സാറിനെ പറ്റി ഒരു കഥയാണോ എന്നുള്ളത് സാറിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. ഇപ്പോൾ പണ്ടത്തെ കാലത്ത് സാറിന് ഇങ്ങനെ ഈ ബാങ്കിങ് ഇത്രത്തോളം ഇല്ലല്ലോ. അപ്പോൾ ഓരോ ലൊക്കേഷനിൽ നിന്ന് ഇങ്ങനെ കിട്ടുന്ന പൈസകൾ ബാങ്കിൽ കൊണ്ട് ഇടാൻ പറ്റാതെ അത് സ്യൂട്ട് കേസിൽ ഇങ്ങനെ വെക്കും. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ അന്ന് നമ്മളൊരു സൗഹൃദ വലയുണ്ടായിരുന്നു, നമുക്ക് വലിയ സൗഹൃദം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാനത് എൻ്റെ കയ്യിലുണ്ടാവാറുണ്ട്. അത്യാവശ്യം ആർക്കെങ്കിലും വന്നാൽ സിനിമയുടെ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ്റെ ആവശ്യങ്ങൾക്ക് വന്നാൽ അത് കൊടുക്കാറുണ്ട്. ചിലർ തിരിച്ചു തരാറുണ്ട്, ചിലത് കിട്ടാറില്ല. പക്ഷെ അതൊന്നും വലിയ, നമ്മളന്നൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്തായിരുന്നു സിനിമയൊക്കെ സംഭവിച്ചിരുന്നത്. ഓക്കെ, താങ്ക് യു സർ.